മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ഭംഗിയായി പൂർത്തീകരിക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞ് ADGP S. ശ്രീജിത്ത്. ഭഗവാൻ നൽകിയ നിയോഗമാണിത്. അയ്യൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം മംഗളമായി അവസാനിച്ചതെന്നും അദ്ദേഹം ജനൻ TVയോട് പറഞ്ഞു. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമായിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രമസമാധാന പ്രശ്നങ്ങളായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്ക് നിയന്ത്രണം തന്നെയായിരുന്നു. തുടക്കത്തിൽ കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആശങ്കയിലായിരുന്നു മണ്ഡലകാലം ആരംഭിച്ചത്. അന്ന് നമ്മൾ മണ്ഡലകാലത്തിൻ്റെ ആദ്യ ദിവസം അങ്ങയുടെ ഒരു പ്രതികരണം എടുത്ത സമയത്ത് ഭഗവാനാണ് ഇവിടെ ബന്ധോസ് എല്ലാം തീരുമാനിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കും അല്ലേ? 100%. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണമാണ് ഇവിടെ നടന്നത് മുഴുവൻ. ഞങ്ങളെല്ലാവരും അതിന് ഉപകരണങ്ങളായിരുന്നു മാത്രം. അതിന് ഉപകരണങ്ങളാവാൻ പറ്റിയതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഭഗവാൻ തിരഞ്ഞെടുത്തതിൽ. ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. വളരെ ഭംഗിയായിട്ട് തീർന്നു എന്നെല്ലാവരും പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ എൻ്റെ കൺട്രോൾ റൂമുകളെല്ലാം മാൻ ചെയ്ത വളരെ സ്തുത്യർഹമായ രീതിയിൽ സേവനം ചെയ്ത കർമ്മനിരതരായിട്ടുള്ള ഒരു വലിയ ടീമുണ്ടായിരുന്നു എനിക്ക്. ആ ടീമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്തവ്യനിരതരായ കുറേ പോലീസ് ഉദ്യോഗസ്ഥർ, ഒരാളെന്നല്ല 10,000-15,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ കൃത്യമായ നിയന്ത്രണവും മേൽക്കോയ്മയും വെച്ച് പുലർത്തിയിരുന്ന കൺട്രോൾ റൂം, അത് ഇവരാരും തന്നെ ഈ സീസണിൽ മുഴുവൻ ഇവിടുന്ന് പുറത്തു പോയിട്ടേ ഇല്ല. എല്ലാവരും കൂടി കഷ്ടിച്ച് ഓരോരുത്തരും ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. പക്ഷെ എന്നാലും വളരെ നല്ല രീതിയിൽ അവരെല്ലാവരും ജോലി ചെയ്തു. അത് ഇതിന് വളരെ ഗണനീയമായ രീതിയിൽ ഒരു മാറ്റം വരുത്താനായിട്ട് സഹായിച്ചു തന്നെ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ 52 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തി. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ ഒരു വർധനയുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായ നിയന്ത്രണങ്ങൾ പോലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ഈ 18-ാം പടിയിലടക്കം ഏർപ്പെടുത്തിയ ഒരു പുതിയ പരിഷ്കാരങ്ങൾ തന്നെയാണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ആദ്യമായിട്ടൊരു തിരുത്ത് 52 എന്നുള്ള 59 തിരുത്തേണ്ടി വരും. കാരണം മുക്കുഴി വഴി വന്ന് ഒരുപാട് കണക്കിൽപ്പെടാത്ത തീർത്ഥാടകരും ഇത്തവണയുണ്ട്. അതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മുക്കുഴി ബസ്സിൽ വന്ന് അവിടുന്ന് കാനനപാതയുടെ ഒരു 1/4 ഭാഗം കഴിഞ്ഞതിന് ശേഷം വന്ന് പമ്പാ ഗണപതിയെ തൊഴാതെ നേരെ അപ്പാച്ചിമേട്ടിലേക്ക് വന്ന കുറേ ഭക്തരെയും കൂടെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കണക്ക് പ്രകാരമുള്ളത് ഈ 52 ആണെങ്കിലും യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനിങ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 18-ാം പടിയിൽ ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കയറ്റുന്ന ആൾക്കാരുടെ എണ്ണം 95 വരെ ഒരു മിനിറ്റിൽ 95 വരെ പോയിട്ടുള്ള ദിവസങ്ങളും സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് ആവശ്യപ്പെട്ടിട്ട് ആ ഡ്യൂട്ടി എടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരോടെല്ലാവരോടും എനിക്ക് തീർത്താ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. മാത്രമല്ല ഇതര സർക്കാർ വകുപ്പുകളും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാവരും എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പൂർണ്ണമായി പിന്തുണയോടുകൂടി ദേവസ്വം മന്ത്രി പുറകിലുണ്ടെന്നുള്ള ധാരണയും നമുക്കുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ തീർത്ഥാടന കാലം ഒരു വിജയമായി മാറിയത്. വ്യക്തിപരമായ ചോദ്യമാണ്. അതിൽ ഭഗവാൻ ഒരു ഗാനാർച്ചന, അങ്ങ് നിരവധി പാട്ടുകൾ പാടുന്നുണ്ട്. ഏറ്റവും അവസാനീയമായ ധന്യമായ ഒരു നിമിഷത്തിലൊരു 2 വരി. ഇപ്പം ഹരിവരാസനം പാടി അദ്ദേഹത്തിന് ഉറക്കിയിട്ട് ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും പാടാൻ പാടുമോ? അത് തന്നെ പാടിക്കളയാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിധതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ 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 സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരുപാട് സന്തോഷം ഈ തിരക്കുള്ള സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ആ ഒരു ഏകോപനം തന്നെയാണ് ഇവിടെ ഇത്തരം ഒരു വലിയ തീർത്ഥാടന തിരക്ക് ഉണ്ടായിട്ടും, അതായത് 59 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ വരുന്ന 2 മാസത്തോളം ഈ സന്നിധാനത്തേക്ക് എത്തിയിട്ടും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തുന്നത്. വീണ നോക്കൂ, തത്വമസി അയ്യപ്പന് മുന്നിൽ എല്ലാവരും ഒന്നാണ്, അത് ഞാൻ തന്നെയാണ്. അതാണ് ADGP ആണ് മൈക്കിന് മുന്നിൽ ഹരിവരാസനം പാടുകയാണ്. അപ്പോൾ എല്ലാവരും സമന്മാരാണെന്നുള്ളതിന് ഇനിയും വലിയൊരു സന്ദേശം വേറെ വേണോ എന്നൊരു ചോദ്യമാണ്.